രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന നിലമ്പൂർ പോരിന്റെ ചിത്രം തെളിഞ്ഞു. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. PV അൻവറിന്റെ അപരൻ അൻവർ സാദത്ത് ഉൾപ്പെടെ 4 പേർ പത്രിക പിൻവലിച്ചു. കത്രിക ചിഹ്നത്തിലാണ് PV അൻവർ മത്സരിക്കുക. കത്രിക പൂട്ടിട്ട് പൂട്ടിയവരെ കത്രിക കൊണ്ട് തന്നെ നേരിടും എന്നാണ് PV അൻവറിന്റെ പ്രതികരണം. ഒന്നാമത് പ്രിഫറൻസ് കൊടുത്ത ഓട്ടോറിക്ഷയായിരുന്നു. അതൊരു സ്റ്റേറ്റ് പാർട്ടിക്ക് അനുവദിച്ചതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് പ്രിഫറൻസാണ് കത്രിക. അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കോലത്തിൽ നിൽക്കേണ്ടി വന്നത് പിണറായിയും VD സതീശനും കൂടിയിട്ടുള്ള എന്നെ കത്രികപ്പൂട്ടിൽ കുടുക്കിയതാണ്. ആ കത്രികപ്പൂട്ടിനെ കത്രിക കൊണ്ട് തന്നെ നേരിടാനുള്ളൊരു സാഹചര്യം ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. രണ്ടാമത് എല്ലാത്തരം പിണറായിസത്തിൻ്റെയും അടിവേര് ആളുകളെ ഇങ്ങനെ മുറിക്കും, മനസ്സിലായില്ലേ? അതൊരു സ്മൂത്ത് കട്ടിംഗ് ആണ്. നമ്മൾ സാധാരണ കത്തി കൊണ്ട് മുറിക്കുമ്പോൾ വെട്ടണം. അപ്പോൾ ഇവിടെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഈ ആക്ഷനിലാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഒരാളും അറിയില്ല, അടിവേര് ഇങ്ങനെ വെട്ടി പോകുമ്പോൾ എടുത്ത പാവപ്പെട്ട വോട്ടർമാർ. അത് സംഭവിക്കുന്നത്. UDFിന് മുന്നിൽ PV അൻവർ വെച്ച ഉപാധി ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. വലിയ പരിഹാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അൻവറിന് നേരിടേണ്ടി വന്നു. ഞാൻ ഉയർത്തിയ വിഷയത്തിൻ്റെ പിന്നാലെ വന്ന് പ്രതിപക്ഷ നേതാവ് ഒരു 2 വാക്ക് പറഞ്ഞു പോകുന്നതിലപ്പുറം എവിടെയാണ് ആത്മാർത്ഥത? അപ്പോൾ ഒരു സെറ്റിൽമെൻറ്റിന് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്ന സ്ഥാനത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞാൻ ഉയർത്തിയ 2 വിഷയം ഈ നാട്ടിലെ ജനങ്ങളെ വിഷയമാണ്. ഒന്ന് പോലീസും ഒന്ന് ഫോറസ്റ്റും. ആ പറയുമ്പോൾ എന്തായാലും കുഴപ്പം? എനിക്കൊന്നുമില്ലെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിയെ തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരം നൽകണം. അത് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. ഈ ചർച്ചയുടെ ഫലമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഇവിടെ ഇതിനെ മാനിക്കുന്ന ഈ വിഷയത്തെ വളരെ സീരിയസ് ആയി കാണുന്ന സാമുദായിക നേതാക്കന്മാരുണ്ട്. അവരാ പറഞ്ഞത്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിശദാംശങ്ങളുമായി B. ദിലീപ് കുമാറും വിപിൻ C. വിജയനും. ആദ്യം B. ദിലീപ് കുമാറിലേക്കാണ്. ദിലീപ്, ഇതിപ്പോൾ PV അൻവർ മത്സരരംഗത്ത് പിന്മാറുമോ എന്നൊക്കെയുള്ളൊരു സംശയമുണ്ടായിരുന്നു. അവസാന ഘട്ടം ഒരുപക്ഷെ അദ്ദേഹം മത്സരരംഗത്ത് പിന്മാറുമോ എന്നൊക്കെ. എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ അതിനുള്ള സാധ്യതയില്ല എന്ന് വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ മത്സര ചിത്രം പൂർണ്ണമായി തന്നെ വ്യക്തമായിരിക്കുന്നു. അദ്ദേഹം കത്രിക ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. ഇനിയിപ്പോൾ എത്ര വോട്ടുകൾ പിടിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അത് ആർക്കാകും ദോഷകരമായി, ആരെ ബാധിക്കുമെന്ന ചോദ്യമുണ്ട്. അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇനി ബാക്കി നിൽക്കുകയാണല്ലോ. എങ്ങനെയാണ് മത്സര ചിത്രം, മത്സര രംഗം എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു? അനുജ, നിലമ്പൂരിൽ മത്സരചിത്രം തെളിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 3 മണിവരെയായിരുന്നു. ഡമ്മികളും ചില സ്ഥാനാർത്ഥികളും അൻവറിന്റെ അപരനായ അൻവർ സാദത്ത് ഉൾപ്പെടെ ചില സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചതോടുകൂടിയാണ് ചിത്രം വ്യക്തമായിരിക്കുന്നത്. 10 സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ മത്സരരംഗത്തുള്ളത്. LDFിലെ M. സ്വരാജ്, UDFിലെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, SDP സ്ഥാനാർത്ഥി എന്നിവരും മത്സരരംഗത്തുണ്ട്. ഇത് കൂടാതെ PV അൻവർ, അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന ചിഹ്നം ഓട്ടോറിക്ഷയായിരുന്നു. 2016ലും 2021ലും ഓട്ടോറിക്ഷ അടയാളത്തിലാണ് PV അൻവർ നിലമ്പൂരിൽ നിന്ന് ജനവിധി തേടിയതും വിജയിച്ചതും. ഇത്തവണ മുൻഗണനാക്രമം അനുസരിച്ച് 3 ചിഹ്നങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഒന്നാമതായി ആവശ്യപ്പെട്ടിരുന്നത് ഓട്ടോറിക്ഷയാണ്, രണ്ടാമതായി കത്രിക, മൂന്നാമതായി കപ്പും സോസറും. ഈ 3 അടയാളങ്ങളാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എഴുതി നൽകിയിരുന്നത്. ഇതിൽ ആദ്യ മുൻഗണനാക്രമത്തിൽ ആദ്യത്തെ അടയാളമായിട്ടുള്ള ഓട്ടോറിക്ഷ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന കാര്യം മുഖ്യ വരണാധികാരി അറിയിച്ചു. അതിന്റെ കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അടയാളമാണ് ഓട്ടോറിക്ഷ. അത് സംസ്ഥാന പാർട്ടി എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഓട്ടോറിക്ഷ അടയാളമായി ലഭിച്ചത്. ഫ്രാൻസിസ് ജോർജ് അടക്കം, കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജ് ഈ ചിഹ്നത്തിലാണ് ജനവിധി തേടിയത്. അതുകൊണ്ട് അത് ചിഹ്നം അനുവദിക്കാൻ കഴിയില്ല, ഓട്ടോറിക്ഷ അനുവദിക്കാൻ കഴിയില്ല എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തുടർന്നാണ് മുൻഗണനാക്രമത്തിലെ രണ്ടാമത്തെ അടയാളമായ കത്രിക, ആ അടയാളം PV അൻവറിന് അനുവദിച്ചത്. കത്രിക അടയാളത്തിലാണ് PV അൻവർ നിലമ്പൂരിൽ ജനവിധി തേടുന്നത്. മറ്റു സ്ഥാനാർത്ഥികൾക്ക് അവരവരുടെ പാർട്ടികളുടെ ചിഹ്നമാണ് നൽകിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് അതിൽ ആര്യാടൻ ഷൌക്കത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നമായ കൈപ്പത്തി, CPIM ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് LDF സ്ഥാനാർത്ഥി CPIMലെ M. സ്വരാജിന് അനുവദിച്ചിട്ടുള്ളത്. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് താമര അടയാളമാണ് നൽകിയിട്ടുള്ളത്. SDP സ്ഥാനാർത്ഥി ഷാനിഫ് നടുത്തുടിക്ക് ബലൂൺ അടയാളമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. നിലമ്പൂരിൽ 10 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. അനുജ,
അതാണ് അങ്ങനെ 10 സ്ഥാനാർത്ഥികൾ അവരുടെ ചിഹ്നങ്ങൾ എന്ത് എന്നൊക്കെയുള്ളതിൽ വ്യക്തതയായി വന്നിരിക്കുന്നു. അതിനിടെയാണ് ഇന്നിപ്പോൾ PV അൻവർ പറഞ്ഞ ചില ഉപാധികൾ അത് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അത് പരിഹാസത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളാണ് വിപിൻ സി വിജയൻ നൽകാൻ പോകുന്നത്. വിപിൻ, വനം വകുപ്പ് അതല്ലെങ്കിൽ ആഭ്യന്തരം എന്നീ 2 ഉപാധികൾ വയ്ക്കുന്ന ഒരു സാഹചര്യം അതാണ് പിന്നീട് വലിയ ട്രോളായി മാറുന്നത്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്? താൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെ ഉപാധികളൊക്കെ ഈ സമയത്ത് വയ്ക്കുന്നത് ഒരു കടുങ്കൈയായി പോയി. അതെ അനുജ, ആദ്യം UDFന്റെ ഘടകകക്ഷിയാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു അൻവർ ഉന്നയിച്ചിരുന്നത്. ഇപ്പോഴത് എത്തി നിൽക്കുന്നത് 2026 UDFന് അധികാരം ലഭിക്കുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയാക്കണം എന്നുള്ളതിലേക്കാണ്. ഒന്നില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാക്കണം, ഒപ്പം തന്നെ അതിന് വനം വകുപ്പ് വേണം. ഇനി ഇത് രണ്ടും നൽകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് VD സതീശനെ മാറ്റണം. ഈ ആവശ്യങ്ങളാണ് ഒരു ഉപാധിയായി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ UDFന് മുൻപിൽ UDF എല്ലാ വാതിലുകളും PV അൻവറിന് മുന്നിൽ അടച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് 9 മണിവരെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചു. അവരോടാണ് താൻ ഈ കാര്യം പറഞ്ഞത് എന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. എന്നാൽ ഈ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണ് എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. അതിനുശേഷം വലിയ ട്രോൾ മഴകളാണ് ഉണ്ടായത്. അങ്ങനെ ഉപാധികളൊന്നും കോൺഗ്രസിന്റെ മുൻപിൽ വെക്കാൻ PV അൻവർ വേണ്ട എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അതിൽ KPCC അധ്യക്ഷൻ പറഞ്ഞത് PV അൻവർ ചോദിച്ച 2 വകുപ്പുകളും അത് താൻ നോക്കി വെച്ചതായിരുന്നു എന്നുള്ളതായിരുന്നു. നാവിൻ തുമ്പിലുണ്ടെങ്കിലും ഒരു മറുപടി ഇപ്പോൾ PV അൻവറിന് പറയുന്നില്ല എന്നുള്ളത് VD സതീശൻ പറയുന്നു. ഇത്തരത്തിൽ വലിയ ട്രോൾ പൂരവും പരിഹാസവും ഒക്കെ വന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുൻപ് ഒരു വാർത്താ സമ്മേളനം നടത്തി ആ പറഞ്ഞതിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ്. പോലീസിലെ സംഘീവൽക്കരണം കളയാനും അതുപോലെ തന്നെ മലയോര ജനതയുടെ ഒരു വക്താവാകാനും വേണ്ടിയാണ് താൻ ഈ 2 വകുപ്പുകളും ചോദിച്ചത്. എന്തുകൊണ്ട് ഇത് തനിക്ക് പറ്റില്ല എന്നുള്ളതിൽ അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. രൂക്ഷ വിമർശനം VD സതീശനെതിരെ തൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ അതൊരു അപ്രായോഗികമായിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ് എന്നുള്ളതൊക്കെ പല കോണിൽ നിന്ന് വരുമ്പോഴും അദ്ദേഹം അതിലൊക്കെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് കൂടുതൽ പരിഹാസം ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ആ ചർച്ചകൾ അങ്ങനെ വീണ്ടും തുടരുന്നു. അതിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ വരെ UDF ഈ ഘട്ടത്തിൽ തയ്യാറാകുമെന്നുള്ളതാണ്. അങ്ങനെ അതൊരു മറ്റൊരു തലത്തിലേക്ക് ആ ചർച്ചകൾ ഇപ്പോൾ പോയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് വ്യക്തമാകുന്നത്. ഒരു രാഷ്ട്രീയ കൗതുകമായി ഇന്നത്തെ ഈ PV അൻവറിന്റെ ഈ പരാമർശം. അനുജ, അതാണ് അപ്പോൾ PV അൻവർ ഇനി ശക്തമായി തന്നെ മത്സര രംഗത്തുണ്ടാകും. അദ്ദേഹത്തിന്റെ പ്രചാരണ വിഷയങ്ങൾ, അദ്ദേഹം എത്ര വോട്ടുകൾ ആണ് ഇനി കരസ്ഥമാക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതാണ് നിർണായകമാവുക.